ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഡിലൈറ്റ്ഫുൾ ട്രീറ്റ്സ് ആൻഡ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത്. അതാണ് ടെൻഡർ കോക്കനട്ട് പുഡിംഗ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കുന്നതിനായി ആദ്യം തന്നെ നമുക്ക് കോക്കനട്ട് വാട്ടർ കൊണ്ട് ജെല്ലി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 8 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് 10 മിനിറ്റ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തിയ ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു സോസ് പാനിൽ ഞാൻ 1 കപ്പ് കോക്കനട്ട് വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ജെല്ലി മിക്സ് ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചൈന ഗ്രാസ് നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ജെല്ലി മിക്സിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ആ മിക്സ്ചർ നമുക്ക് ഒരു 1/2 ഗ്ലാസ് മാറ്റി വെക്കാം. ബാക്കി മിക്സ്ചർ നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത് ചൂടാറിയ ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഇനി ഞാനിവിടെ 1 കപ്പ് ഇളനീരിൻ്റെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇളനീരിൽ കഴമ്പ് കുറവായതുകൊണ്ടാണ് ഞാനിവിടെ 1 കപ്പ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് അധികമുണ്ടെങ്കിൽ 2 കപ്പോളം എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലും 1/4 കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്ത് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നമുക്കത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്ത ശേഷം നമുക്കതൊരു പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ജെല്ലി മിക്സ്ചർ ഒന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ നമുക്കത് ഫ്രിഡ്ജിലേക്കൊന്ന് ചില്ലാവാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നന്നായി ഒന്ന് ചിൽഡായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കോക്കനട്ട് വാട്ടർ ജെല്ലിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായി സെറ്റായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്തെടുത്ത ക്യൂബ്സ് നമുക്ക് പുഡിങ്ങിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ആഡ് ചെയ്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ശേഷം അത് വീണ്ടും 1 അവർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റായി ലഭിക്കും. ഇനി അടുത്തൊരു വീഡിയോയുമായി വരും വരെ ബൈ എവ്രിവൺ. അസ്സലാമു അലൈക്കും.